നമസ്കാരം. മിസ്റ്റർ ആൻഡ് മിസസ് ലീഗലിലേക്ക് സ്വാഗതം. കോടതിയിൽ നിന്നും ഒരു നോട്ടീസ് വന്നാൽ അത് കൈപ്പറ്റാതിരുന്നാൽ ആ കേസിൽ നമ്മൾ ഒഴിവാക്കപ്പെടും എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ? എന്നാൽ തീർച്ചയായിട്ടും തെറ്റാണ്. ഉദാഹരണത്തിന്, നമ്മുടെ അയൽവാസി നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുന്നു. അവരുടെ വസ്തു നമ്മുടെ വസ്തുവിൽ കയറി കിടക്കുന്നു എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടും നമുക്ക് കോടതിയിൽ നിന്നും പല പ്രാവശ്യം നോട്ടീസ് വരും. നമ്മൾ അതൊന്നും കൈപ്പറ്റാതെ നമുക്ക് കോടതിയിൽ പോകേണ്ട കാര്യമില്ല എന്നൊരു ചിന്തയിലിരിക്കും. അതിൻ്റെ മെയിൻ കാരണം നമുക്ക് നമ്മുടെ വസ്തുവിൽ പ്രമാണമുണ്ട്. പ്രമാണമുള്ള ഞാൻ എന്തിന് കേസിന് പോകണം? എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം കാണിക്കാൻ എതിർകക്ഷിയെ കഴിയില്ലല്ലോ. എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കേസിന് പോകേണ്ട കാര്യമേ ഇല്ല എന്നൊരു ചിന്തയിൽ കോടതിയിൽ നിന്ന് വരുന്ന നോട്ടീസുകളൊന്നും തന്നെ കൈപ്പറ്റാറില്ല. കോടതിയിൽ പോയി നമ്മുടെ ഭാഗം പറയാനും നമ്മൾ ശ്രമിക്കാറില്ല. തീർച്ചയായിട്ടും തെളിവുകളാണ് കോടതിക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ പോവുകയോ നമ്മുടെ ഭാഗം പറയുകയോ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾക്കെതിരായിട്ടുള്ള വിധി കോടതി പുറപ്പെടുവിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളെ കേട്ടില്ല എന്ന് പിന്നെ ഒരു പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കോടതി ആവശ്യമായ സമയം നമുക്ക് തരും, നമ്മുടെ ഭാഗം പറയാനും നമ്മുടെ തെളിവുകൾ സമർപ്പിക്കാനും. എന്നാൽ നമ്മൾ പലരും അങ്ങനെ ചെയ്യാറില്ല. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിലെ ഓർഡർ 9 റൂൾ 6 പ്രകാരം നമുക്കെതിരായ വിധി വരികയും, അതായത് ഏകപക്ഷീയമായി വിധി കോടതി പുറപ്പെടുവിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ വസ്തു എങ്ങനെ അയൽവാസിയുടെ കയ്യിൽ പോയി എന്ന് ആലോചിച്ചിരിക്കാൻ സമയമില്ല. അപ്പോൾ ഈ വിധി നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വക്കീലിനെ കണ്ട് ഓർഡർ 9 റൂൾ 13 പ്രകാരം ആ വിധി റദ്ദാക്കാനുള്ള ഏർപ്പാടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 30 ദിവസത്തിനകത്താണ് ഈ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. ഈ പെറ്റീഷൻ ഫയൽ ചെയ്താൽ നിങ്ങൾക്കെതിരായ വിധി കോടതി സ്വമേധയാ റദ്ദാക്കി നിങ്ങളുടെ ഭാഗം കേൾക്കാൻ വേണ്ടി കോടതി തയ്യാറാകുകയും ചെയ്യും. ഇപ്പോൾ മനസ്സിലായല്ലോ?